വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് ഒക്കെ ആണല്ലോ, നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ളൊരു പ്ലം കേക്കാണിത്. നല്ല എളുപ്പത്തിൽ നമുക്ക് വീടുകളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ്. അപ്പോൾ ക്രിസ്മസിന് നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വീടുകളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഞാനിത് സോക്ക് ചെയ്തിട്ടൊന്നുമല്ല റെഡിയാക്കിയിരിക്കുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് എങ്ങനെയാണ് പ്ലം കേക്ക് റെഡിയാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമേ തന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം. അതിലേക്ക് ഞാനിവിടെ ട്യൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ചേർക്കാം. ഞാനിവിടെ ട്യൂട്ടി ഫ്രൂട്ടിയും നമ്മളുടെ 3 കളർ ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരിയും 2 കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കയ്യിൽ കിട്ടുന്ന എല്ലാ ഡ്രൈ ഫ്രൂട്ട്സുകളും നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എല്ലാം ഒരു 1/4 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്കിത് സോക്ക് ചെയ്യാം. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഗ്രേപ്പ് വൈനിനകത്താണ്. അപ്പോൾ ഞാൻ ഗ്രേപ്പ് വൈൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓറഞ്ച് ജ്യൂസിനകത്ത് നമുക്കിത് റെഡിയാക്കാം കേട്ടോ. ഞാനിവിടെ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് ഗ്രേപ്പ് വൈൻ ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ കാഷ്യൂ നട്ട്സും ഞാനിവിടെ ബദാമുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട് കുറച്ച് കഷ്ണങ്ങളായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ബദാം നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലാം ചോപ്പ് ചെയ്തെടുക്കട്ടെ. ക്രിസ്മസിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ പ്ലം കേക്ക്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാം. വളരെ ഈസിയാണ് കേട്ടോ. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇത് കണ്ടോ, കാഷ്യൂനട്ട് നമുക്ക് കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം. ഇത് കുറച്ച് തിന്നായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതുപോലെ തിന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്ക് അതെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഷുഗർ ഒന്ന് കാരാമൽ ചെയ്തെടുക്കണം. ഷുഗർ നമുക്ക് കാരാമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്കൊരു ചൂടുകട്ടിയുള്ള പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ മെൽറ്റായി വരും. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് വെള്ളവും കൂടി തിളപ്പിച്ചെടുക്കണം. ഈ പഞ്ചസാരയ്ക്കകത്ത് ഒഴിക്കാനുള്ളതാണ്. ഇതുപോലെ കാരാമലായി വരും പഞ്ചസാര. നിങ്ങൾ തീ കൂട്ടി കൊടുക്കരുത്. തീ കൂട്ടി കൊടുത്താൽ അതിനൊരു കരിഞ്ഞൊരു ചൊവയായിരിക്കും. ഭയങ്കര കയ്പ്പരസമായി പോകും നമ്മളുടെ കേക്കിന്. അപ്പം അത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ പഞ്ചസാരയുടെ കളറൊക്കെ മാറി വരും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വേണം ഇത് ചെയ്യാനായിട്ട്. ഇതുപോലെ പഞ്ചസാരയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന തിളച്ച വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കെയർഫുള്ളായി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കുറച്ചിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ വരും. അപ്പോൾ നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് തിളപ്പിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മളുടെ കാരാമൽ സിറപ്പ് ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലത്തെ കളർ കിട്ടണം നമുക്ക്. പക്ഷേ കരിഞ്ഞു പോകാനും പാടില്ല. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. നമ്മളുടെ കേക്കിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അതിനകത്ത് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. നന്നായിട്ട് തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാനിവിടെ കുറച്ച് വൈനാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഗ്രേപ്പ് വൈനാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഗ്രേപ്പ് വൈൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസിൽ ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. കണ്ടോ, കുറച്ച് തിളച്ച് വന്നാൽ മതിയാകും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ആ ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് വയ്ക്കാം. അതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എലൈറ്റിൻ്റെ മൈദയാണ്. എലൈറ്റിൻ്റെ മൈദയാണ് കുറച്ച് കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം റെഡിയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ എടുത്തിരിക്കുന്നത് കാരാമൽ സിറപ്പാണ്, പിന്നെ നമ്മളുടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ നട്ട്സും ബദാമും ഉണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഞാനൊരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പാൽപ്പൊടിയും ഓപ്ഷനിലാണ് കേട്ടോ, നമുക്ക് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരു കുറച്ച് ടേസ്റ്റൊക്കെ കിട്ടും നമ്മളുടെ കേക്കിന് കൂടുതലായിട്ട്. പിന്നെ ചേർത്തിരിക്കുന്നത് കറുവപ്പട്ട പൊടിച്ചതാണ്. കറുവപ്പട്ട പൊടി 1 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്തിരിക്കുന്നത് നമ്മളുടെ ബേക്കിംഗ് പൗഡറാണ്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ ഉപ്പാണ്. അപ്പോൾ നമ്മളുടെ പൊടികളെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആവണമെന്നേ ഉള്ളൂ, അരിക്കണമെന്ന് നിർബന്ധമില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാലും മതിയാകും. പിന്നെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. നമ്മൾ 1 കപ്പ് പൊടിയാണല്ലോ എടുത്തിരിക്കുന്നത്, അപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ എടുത്തിരിക്കുന്നത് 5 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. പിന്നീട് എടുത്തിരിക്കുന്നത് ബട്ടറാണ്. ബട്ടറും ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടറും നല്ലൊരു ടേസ്റ്റ് തരും നമ്മളുടെ കേക്കിന്. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടില്ല. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊരു ബൗളിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ മിക്സിയിൽ വെച്ചും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയാകും. അതേ രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ കേക്ക് കിട്ടും. ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ആ പഞ്ചസാര ഒന്ന് മെൽറ്റാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ മിക്സി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എഗ്ലെസ് ആയിട്ടാണ് ഈ കേക്ക് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നോമ്പ് കാലത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു കേക്കാണല്ലോ, അതുകൊണ്ടാണ് ഞാനിത് പ്ലം കേക്ക് ഇങ്ങനെ റെഡിയാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് മുട്ട ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല, ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. നന്നായിട്ട് 2 മുട്ട എടുത്തിട്ട്, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുത്തിട്ട് ഈ സമയത്ത് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മളുടെ കേക്ക് കുറച്ചും കൂടി ഒന്ന് റെഡിയായി കിട്ടും. ഞാനിവിടെ പക്ഷേ ഇന്ന് മുട്ടയില്ലാതെയാണ് ഈ കേക്ക് റെഡിയാക്കിയിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടികൾ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെയായിട്ട് ഇതുപോലെ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കുക. നന്നായിട്ട് വരും നമ്മുടെ കേക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ബാറ്റർ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ പൊടിയായിട്ട് ചേർത്ത് കൊടുത്ത് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. കാരണം നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിനകത്തേക്ക് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാനത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ ബാറ്റർ ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മൈദയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് ചേർത്ത് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാകും. അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിലൊരു പ്ലം കേക്ക് വീടുകളിൽ റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മളുടെ കേക്ക് ടിന്നിൽ ഒഴിച്ച് ബേക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുക്കറിലോ അല്ലെങ്കിൽ ചൂടുകട്ടിയുള്ള ഏതെങ്കിലും പാത്രത്തിൽ കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. കുറച്ച് ടൈം കൂടുതലായിട്ട് വേണമെന്നേ ഉള്ളൂ പ്ലം കേക്ക് റെഡിയായി വരാനായിട്ട്. അപ്പോൾ എനിക്ക് ഏകദേശം 1 മണിക്കൂറോളം ആവശ്യമായി വന്നു ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്ത് വരാനായിട്ട്. പ്ലം കേക്കിന് നല്ല സമയമെടുക്കും ബേക്കായി വരാനായിട്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. കുറച്ച് ടൈം എടുക്കുന്ന ഒരു കേക്കാണിത്. നമ്മൾ കുക്കറിൽ വെച്ചാലും ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുത്താൽ മതിയാകും. ഇതുപോലെ നമ്മളുടെ കേക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ വളരെ എളുപ്പത്തിലൊരു കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കുകളൊക്കെ കമൻറ്റ് ബോക്സ്. അങ്ങനെ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സും ആ ബാറ്ററും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഞാനിവിടെ കേക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഓവനിലാണ്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടി. ഞാൻ കുറഞ്ഞ ചൂടിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും അങ്ങനെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല എളുപ്പത്തിലൊരു പ്ലം കേക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം.
കുക്കറിൽ ചെയ്യുന്നവരും ഇതുപോലെ തന്നെ സെയിം മെത്തേഡിൽ ചെയ്താൽ മതി. കുക്കർ ഒന്ന് ചെറുതായിട്ട് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് ഇതുപോലെ ആ കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുത്താൽ മതിയാകും. ഇതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നമ്മളുടെ കേക്ക് ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കേക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ 1000 മംഗളാശംസകൾ നേർന്നുകൊണ്ട് പുതിയ വീഡിയോയുമായി കാണാം. താങ്ക്